സാധാരണ ഞാൻ എപ്പോഴും സൂറത്തിലോ ജയ്പൂരിലോ എവിടെ പർച്ചേസിന് പോവുകയാണെങ്കിലും ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ ആദ്യം ചൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രിന്റുകളായിരുന്നു. പക്ഷേ എപ്പോഴും റിപ്പീറ്റേഷനായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന എല്ലാം തന്നെ കുറച്ച് വലിയ പ്രിന്റുകൾ, ഫ്ലോറൽ പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതുണ്ട്. അതേപോലെ തന്നെ കുറേ അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളുണ്ട്. എല്ലാം തന്നെ കുറച്ചുകൂടെ വലിയ പ്രിന്റുകൾ വരുന്ന രീതിയിലേക്കുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള എയർലൈൻ ടോപ്പുകളായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലേക്കായിട്ട് 3 പാരൽ ചെയ്ത് വന്ന ക്രോഷ്യോ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ബാക്കിലേക്ക് പ്ലെയിൻ എയർലൈൻ കട്ടിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. നമുക്ക് കണ്ടാലോ ഡീറ്റെയിൽഡ് ആയിട്ട്. നമ്മൾ എപ്പോഴും സാധാരണ കാണുന്ന പോലത്തെ 60-60 കോട്ടൺ ഫാബ്രിക് അല്ല ഇത്. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് വന്നിരിക്കുന്ന കോട്ടൺ ഫാബ്രിക്കാണ്. നമ്മുടെ ഒരു മൽ കോട്ടൻ്റെ തന്നെ തൊട്ട് താഴെ നിൽക്കുന്ന ഫാബ്രിക് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് അത്രയും കംഫർട്ടബിൾ ആട്ടോ. ഇത് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കായിട്ട് 3 പാനൽസ് കൊടുത്തിട്ടുണ്ട്. ആ 3 പാനലിനകത്ത് ആ ഒരു 2 കട്ടിങ്ങിൻ്റെ അവിടേക്കായിട്ട് നമ്മൾ ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട്. ടോപ്പിലേക്ക് 1 സൈഡിലേക്ക് പോക്കറ്റും വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആട്ടോ. അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഈ ഒരു എൻ പോർഷനിലേക്ക് അല്ലാതെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ 2 ലെയറിലേക്കായിട്ട് ക്രോഷ്യോ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ, സിമ്പിളാണ്. നമുക്ക് ഡെയിലി വെയർ, ക്യാഷ് വെയറിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. അപ്പോൾ ഇത് നമ്മുടെ റെഡി ടു ഡിസ്പാച്ചിലേക്കും കൂടെ വന്നേക്കുന്ന കേട്ടോ. നല്ല നമ്മുടെ ഓൺ ബ്രാൻഡിൽ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. 47 ഇതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ കണ്ടല്ലോ, ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. പിന്നെ നിങ്ങൾ ആദ്യം കണ്ടല്ലോ, അതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഇട്ടും കൂടെ കാണാം. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആട്ടോ. ഇതിനകത്തേക്ക് നമ്മളൊരു ലാവൻഡറും പർപ്പിളും ഒക്കെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന വലിയ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ആണ് വന്നേക്കുന്നത് നമ്മളൊരു മൾട്ടിപ്പിൾ കളേഴ്സിന്റെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡഡ് കൈൻഡ് ഓഫ് പ്രിന്റ് ആട്ടോ. അതിന്റെ കൂട്ടത്തിലേക്ക് വൈറ്റ് കളറിലെ ഫ്ലോറൽ പ്രിന്റും കൂടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ അനാർക്കലി സെറ്റ് ഓർമ്മയുണ്ടോ? ഏതാണ്ട് അതുപോലെ തന്നെ പറയാം. കുറെ കാട്ടുചെടികളുടെ പൂക്കൾ എന്ന് വേണേൽ പറയാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ നെക്സ്റ്റ് ബ്ലാക്കിനകത്തേക്ക് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു മിക്സഡ് കൈൻഡ് ഓഫ് പ്രിന്റുകളാട്ടോ. ഇതിനകത്തേക്ക് ഒരു റെസ്റ്റും യെല്ലോയും ഗ്രേയും ആഷും ഒക്കെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന പ്രിന്റുകൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റെഡി ടു ഡിസ്പാച്ചിലേക്ക് വന്നേക്കുന്ന പ്രൊഡക്റ്റുകളും കൂടെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം. നമുക്ക് ഈ ഒരു ഏറ്റവും നല്ല ചൂടിൻ്റെ ഒരു സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടെയാണ്. ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് ട്രാവലിംഗിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് മൾട്ടിപ്പിൾ കളറിലെ ഫ്ലോറൽ പ്രിന്റുകൾ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് എല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്തേക്കുന്ന ഫാബ്രിക്കുകളാണ്. ഇടാൻ വേണ്ടിയിട്ടാണല്ലോ അത്രയും കംഫർട്ടബിളുമാണ്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വന്നേക്കുന്ന കോട്ടൺ മെറ്റീരിയൽ.